ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കാണാം പെൺപിള്ളേർക്ക് ആർക്കും കല്യാണം കഴിക്കണ്ട, അവരിങ്ങനെ ബാച്ചിലറായിട്ടങ്ങ് ജീവിച്ചോളാം എന്നൊക്കെ പറയുന്ന ഒത്തിരി വീഡിയോസ് കാണാറുണ്ട്. അവർ ബാച്ചിലറായിട്ട് ജീവിക്കുന്നതാണ് നല്ലത്, സത്യം പറയാമല്ലോ. എന്താണെന്നറിയോ, പഠിക്കുന്ന കാലം ഒരു 99% പെൺപിള്ളേരും അഴിഞ്ഞാടി അങ്ങ് നടക്കുവാണ്. ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്. കാക്കനാട് താമസിക്കുമ്പോൾ ഈ ജോലിക്കൊന്നും പറഞ്ഞ് അന്യനാട്ടിൽ നിന്നെല്ലാം വന്ന് ഒത്തിരി പെൺപിള്ളേരും ആൺപിള്ളേരും ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു നമുക്ക് തന്നെ സംസ്കാരമില്ലാത്ത രീതിയിലേക്കാണ് നമ്മളൊക്കെ അവിടെ താമസിക്കുന്ന. നമ്മുടെയൊക്കെ വീടിൻ്റെ വാതിക്കലൊക്കെ വന്ന് ഇവളുമാരങ്ങ് അഴിഞ്ഞാടുക, സത്യം പറയാമല്ലോ. ആൺപിള്ളേരും പെൺപിള്ളേരും കൂടെ അങ്ങ് അഴിഞ്ഞാടിയിട്ട് എന്നാൽ നമ്മളൊക്കെ അതിൽ പോകുമ്പോൾ ഇവർക്കൊന്നും ഒരു റെസ്പെക്റ്റോ ഒന്നുമില്ല. നമുക്കൊരു നാണമില്ലേ? നമ്മളൊരു മനുഷ്യന് നമുക്കൊരു നാണമുണ്ട്. പബ്ലിക്കായിട്ടിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നാണം ഉണ്ടാവും. ആ ഒരു നാണവും മാനവും ഒന്നും ഈ പെൺപിള്ളേർക്കില്ല. ഇവളുമാർ കല്യാണം കഴിക്കാതിരിക്കുന്നത് നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അഴിഞ്ഞാടിയിട്ട് പിന്നെ ഒരു കുടുംബജീവിതം നയിക്കാൻ ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സത്യം പറയാമല്ലോ. ഇവളുമാരുടെ സ്വപ്നത്തിൽ കാണുന്ന ആൺപിള്ളേരൊന്നും ആയിരിക്കില്ലായിരിക്കും ചിലപ്പോൾ റിയൽ ലൈഫിൽ കിട്ടുന്നത്. പിന്നെ അവരുടെ ആൺപിള്ളേർക്കും ആൺപിള്ളേരുടെ വീട്ടുകാർക്കും എല്ലാം കുറ്റവും കുറവും കണ്ടുപിടിക്കലായിരിക്കും ഇവളുമാരുടെയൊക്കെ ജോലി. ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കലൊക്കെ വന്നിരിക്കുന്ന കാണണം. ഈ ആൺപിള്ളേരുടെ മടിയിലാണ് പെൺപിള്ളേർ കയറിയിരിക്കുന്നത്. അങ്ങനെ അവർ ഈ കല്യാണം കഴിഞ്ഞുള്ള സുഖങ്ങളൊക്കെ നേരത്തെ അങ്ങ് അനുഭവിക്കുക. പിന്നെ അവർക്ക് എന്ത് കല്യാണം കഴിക്കാതെ നടക്കുന്നതല്ലേ നല്ലത്. അതുമല്ല, ഇവരുടെയൊക്കെ പൈസ ഈ ഹോട്ടലിൽ കയറുക, അല്ലെങ്കിൽ ചായ കുടിക്കാൻ കയറുക, ഇവരൊക്കെ എല്ലാം ചെറുക്കന്മാരോടൊക്കെ കാശ് വാങ്ങാം, പിന്നെ ചെറുക്കന്മാരോടൊക്കെ സുഖവും മേടിക്കാം. ലാസ്റ്റ് ഇവരെ നോക്കണം, അല്ല തിരിച്ചൊരു ഇത് വരും, അവർക്കൊരു വയ്യാഴി വരും. ആകുമ്പോൾ ആ ഒരു കാര്യത്തിനൊന്നും ഒരു പെണ്ണുങ്ങൾക്ക് താല്പര്യമില്ല. അതാണ് അവർ പറയുന്നത്. അവർക്ക് ബാക്കി എല്ലാത്തിനും ആണുങ്ങൾ കൊള്ളാം കേട്ടോ. അല്ലാതെ ഈ ഒന്നിച്ച് ജീവിച്ച് അതിൻ്റെ സുഖവും ദുഃഖവും അനുഭവിക്കാൻ അവർക്ക് പറ്റില്ല. സുഖം മാത്രം മതി അവർക്ക്. അതാണ് ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ആൺപിള്ളേരോട് പറയാനുള്ളൊരു കാര്യം, ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഈ പെൺപിള്ളേരൊന്നും കേട്ടായിരിക്കുന്നത് നല്ലത്, സത്യം പറയാം. നിങ്ങളുടെയൊക്കെ ലൈഫ് പിന്നെ നിങ്ങളായിട്ട് തന്നെ സൂക്ഷിച്ച് ജീവിക്കുക. കയ്യിലിരിക്കുന്ന പണമെല്ലാം കൊടുത്ത് ഇവളുമാരെ ഒന്ന് സൂക്ഷിച്ച് കൊണ്ടു നടക്കരുത്. ഇങ്ങനത്തെ പെൺപിള്ളേരൊക്കെ അവിടെ നിൽക്കട്ടേന്ന്. അവിടെ 10-20 വർഷം അങ്ങനെ നിൽക്കുമ്പോൾ പഠിച്ചോളൂ ഇവളുമാർക്കും എന്താണ് ഈ ഇവളുമാരുടെ ഭാഗത്തുണ്ടായ തെറ്റെന്ന് അന്നേരം മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് ആൺപിള്ളേരൊക്കെ ആൺപിള്ളേരുടെ കാര്യം നോക്കി ജീവിക്കുക. പെൺപിള്ളേർ അങ്ങനെ നടക്കട്ടെ. അഴിഞ്ഞാടിയ പെൺപിള്ളേരെ ആരും സ്വീകരിക്കരുത്. പഴയ ഒരു ഇതിലേക്ക് വരിക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വേണം, ഫ്രണ്ട്ഷിപ്പൊക്കെ വേണം, പക്ഷേ മടി കയറി ഇരുന്നിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അത് ശരിയല്ലല്ലോ.